കൊള്ളാം, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് രംഗമൊക്കെ ഭയങ്കര നല്ലൊരു സംഭവമാണ്, കാണേണ്ട ഫിലിം. വേറെ വൃത്തിയുടെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അല്ല, എന്താ പറയുക, ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മാധവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ചെറുതും കരഞ്ഞു കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം, നോർമലായിട്ട് എല്ലാം, ഓവറും അല്ല, എല്ലാം കൊള്ളാം, നന്നായിരുന്നു. നല്ല മൂവി ആയിരുന്നു. പിന്നെ ഒരു നല്ലൊരു അർത്ഥം സമൂഹത്തിന് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമായിരുന്നു. നമുക്കറിയാൻ പറ്റുന്നതും ക്രിസ്ത്യൻസിന് മാത്രമല്ല എല്ലാ ജാതിക്കും പറ്റിയ ഒരു മൂവിയാണ്. നല്ല സൂപ്പർ അഭിനയം. ക്രിസ്തീയ വിശ്വാസം, അതായത് നമ്മുടെ വിശ്വാസം നിലനിർത്താനായിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നല്ല കഥയുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അടിക്കടിയുണ്ട്, ഡാൻസുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും വന്ന് കണ്ടാൽ കൊള്ളാം. എല്ലാവരും വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. മാതാവിനെ കുറിച്ചുള്ള ഒരു ഇതാണ് പറയുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ കാവലായിട്ട് ഒരു മാതാവിനെ അവർ ആരാധിക്കുന്ന മാതാവ് വഴി ഒരു ഗ്രാമത്തിൻ്റെ കാവൽ, അതാണ് കൂടെ മാതാവ് ഈ ലോകത്തിൻ്റെ തന്നെ കാവൽ ആണെന്നാണല്ലോ സങ്കല്പം. അപ്പോൾ അത് വെച്ച് നല്ലതായിരുന്നു, കാണാൻ പറ്റിയ ഒരു ഫിലിമായിരുന്നു. പടമെന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും ആക്ടേഴ്സായിരുന്നാലും പ്രകൃതി ഭംഗി എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം തോന്നി. കാണേണ്ട സിനിമയാണത് മാതാവിൻ്റെത്. അവർ അഭിനയിച്ചതെല്ലാം നന്നായിട്ടുണ്ട്. നല്ല ഒരു സിനിമയായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സിനിമയായിരുന്നു. നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അച്ഛൻ ജോസഫേട്ടനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും സ്ഥലമില്ലായെങ്കിൽ ആ സ്ഥലം ജോസഫേട്ടനോട് ചോദിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫിലിമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇതിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ഒരു നല്ല സിനിമ പുറത്തിറക്കുന്നതിന് മുമ്പ് അതിൻ്റെ പിന്നിലുള്ള ത്യാഗവും സഹനവും ആ പരിശ്രമത്തിൻ്റെ വില എനിക്ക് മനസ്സിലായത് ഇവരോട് കൂടെ ചേർന്നപ്പോഴാണ്. ഞാനൊരു കപ്പുച്ചൻ അച്ഛനാണ്. സിനിമ ഒരു നല്ലൊരു സന്ദേശം നൽകുന്നുണ്ടല്ലോ. ഐക്യത്തിലും സ്നേഹത്തിലും ഒരുമയിലും ഒക്കെ കഴിയുന്ന എല്ലാ ജാതി മതത്തിലുള്ളവരും ഒരുമിച്ച് ഐക്യത്തിൽ സ്നേഹത്തിൽ കഴിയുന്ന ഒരു സമൂഹം. അത് നമ്മൾ ഇന്ന് കൂടുതൽ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. വയലൻസും പിന്നെ വലിയ ഹൊററൊക്കെയാണ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു നല്ല ആശയങ്ങൾ നൽകുന്ന സിനിമകൾ കൂടുതലുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കൂടെ ചേർന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ സാധാരണ മറ്റ് സിനിമകളിലൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു സിനിമ കണ്ടിരുന്നു. അതിൽ 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും വലിയൊരു തിയേറ്ററിലൊക്കെയാണ് ഓടിയ സിനിമ. പക്ഷെ അത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഓഡിയൻസാണ്. മാതാവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ആൾക്കാരിലേക്ക്, നമ്മുടെ യുവജനങ്ങളിലേക്ക്, കുട്ടികളിലേക്കുമൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സിനിമ വഴി. അതുമല്ല, എന്താണ് ഓരോ ക്രിസ്ത്യാനികളും എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമൊക്കെ ഇതിലൂടെ ജനങ്ങളിലോട്ട് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കുടുംബമായിട്ട് 100% കുടുംബമായിട്ട് വിശ്വസിച്ച് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാ മതസ്ഥർക്കും കാണാം. കാരണം ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം എന്ന് ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ എല്ലാ സിനിമകളും വയലൻസിലോട്ടാണ് പോകുന്നത്. എപ്പോഴും ഫുൾ വയലൻസ്, ഏത് സിനിമ എടുത്താലും അത് അതിനാണ്. അങ്ങനെ അത് വരുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായി നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സിനിമ. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. കുട്ടികൾ ഉൾപ്പെടെ കുടുംബസമേതം വന്ന് തന്നെ കാണണം. അത് കണ്ടാൽ മാത്രമേ അതിലുള്ള ആ സന്ദേശം എത്രത്തോളം നമ്മുടെ കുട്ടികളിലോട്ട്, നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോഴത്തേക്ക് സന്ദേശം കൂടുതൽ കുട്ടികളിൽ എത്താനായിട്ട്, കുടുംബത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും.